UDF സർക്കാരിന്റെ തലപ്പത്ത് വി.ഡി. സതീശനെ മുഖ്യമന്ത്രി കസേരയിലെത്തിക്കാൻ അണിയറയിൽ ഏറ്റവും ശക്തമായ കരുക്കൾ നീക്കിയ മുതിർന്ന നേതാവ് വി.എം. സുധീരൻ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ പരസ്യ നിലപാടുമായി രംഗത്ത് വരുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിമരുന്നിടുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സതീശന്റെ പേര് ഉയർന്നു വന്ന ഘട്ടത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിൽ സുധീരൻ എടുത്ത കർശനവും വിട്ടുവീഴ്ചയില്ലാത്തതുമായ നിലപാടുകളാണ് സതീശന് തുണയായത്. എന്നാൽ അതേ സുധീരൻ തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി കൊമ്പുകോർത്ത KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിനെ പരസ്യമായി അനുമോദിച്ച് രംഗത്ത് വന്നത് സതീശൻ ക്യാമ്പിന് കനത്ത തിരിച്ചടിയാവുകയാണ്. KPCC സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ വേദിയിലാണ് മുഖ്യമന്ത്രി സതീശനെ സാക്ഷി നിർത്തി VM സുധീരൻ പരോക്ഷമായ കടുത്ത വിമർശനം ഉന്നയിച്ചത്. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിനെ വേദിയിലേക്ക് അടുത്തു വിളിച്ച് അഭിനന്ദിച്ച സുധീരന്റെ വാക്കുകൾ കൃത്യമായ രാഷ്ട്രീയ സന്ദേശമാണ് നൽകുന്നത്. ആർജവത്തോടെ നിലപാടുകൾ തുറന്നു പറയുന്ന പാരമ്പര്യമാണ് KSUവിനുള്ളതെന്നും താൽക്കാലികമായി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും അതൊന്നും തന്നെ കാര്യമാക്കാതെ മുന്നോട്ടു പോകണമെന്നുള്ള സുധീരന്റെ ഉപദേശം മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് വ്യക്തം. താൻ വിശ്വസിച്ച് പിന്തുണ നൽകിയ വി.ഡി. സതീശന്റെ ഇപ്പോഴത്തെ ഭരണശൈലിയിലും ഏകപക്ഷീയമായ തീരുമാനങ്ങളിലും സുധീരൻ കടുത്ത നിരാശനാണെന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അഴിമതിക്കെതിരെയും കോർപ്പറേറ്റ് താൽപര്യങ്ങൾക്കെതിരെയും ശക്തമായ നിലപാടെടുക്കുമെന്ന് കരുതിയ സതീശൻ ഭരണത്തിലെത്തിയപ്പോൾ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നു എന്ന വികാരമാണ് സുധീരനുള്ളത്. പ്രത്യേകിച്ച് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസം സുധീരനെ സതീശനിൽ നിന്ന് പൂർണ്ണമായി അകറ്റിയിരുന്നു. ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയോട് നേരിട്ട് ഇടഞ്ഞ അലോഷ്യസ് സേവ്യറിന് സുധീരൻ നൽകിയ പരസ്യ പിന്തുണ കോൺഗ്രസിലെ സതീശൻ വിരുദ്ധ ചേരിക്ക് വലിയ ആയുധമായി മാറിയിരിക്കുകയാണ്. സുധീരനെ പോലൊരു മുതിർന്ന നേതാവിന്റെ പിൻബലം ലഭിച്ചതോടെ അലോഷ്യസിന്റെ പോരാട്ടത്തിന് രാഷ്ട്രീയമായ വലിയ അംഗീകാരമാണ് കൈവന്നിരിക്കുന്നത്. സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ മുന്നിൽ നിന്ന സുധീരൻ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ശൈലിക്കെതിരെ തിരിഞ്ഞത് ഹൈക്കമാൻഡിന് മുന്നിലും സതീശന്റെ ആധികാരികത ചോദ്യം ചെയ്യുന്നതിന് കാരണമാകും. കേവലം കേരളത്തിലെ പരസ്യ പ്രതികരണങ്ങളിൽ ഒതുങ്ങുന്നതല്ല ഇതൊന്നും. UDF സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും പ്രവർത്തനങ്ങളിലെ പോരായ്മയും ഗ്രൂപ്പ് അതീതമെന്ന് പറഞ്ഞു വന്ന് ഒടുവിൽ സ്വന്തം ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സതീശന്റെ ശൈലിയും ഡൽഹിയിൽ പോയി കോൺഗ്രസ് ഹൈക്കമാൻഡിനെ നേരിട്ട് ബോധ്യപ്പെടുത്താൻ സുധീരൻ ഒരുങ്ങുന്നു എന്നാണ് വിവരം. സുധീരൻ നേരിട്ടെത്തി പരാതി ഉന്നയിച്ചാൽ അത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അതീവ ഗൗരവത്തോടെ കാണുമെന്നത് സതീശന്റെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വലിയ ഭീഷണിയാണ്. മറുവശത്ത് സുധീരന്റെയും മറ്റ് മുതിർന്ന നേതാക്കളുടെയും നീക്കങ്ങളെ പ്രതിരോധിക്കാൻ സതീശൻ അനുകൂലികൾ KSUവിനെ തന്നെ രംഗത്തിറക്കി. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി മുബാസ് ഓടക്കാലി ഉൾപ്പെടെയുള്ളവർ അലോഷ്യസ് സേവ്യറിനെതിരെ കടുത്ത ആക്ഷേപവുമായി രംഗത്ത് വന്നത് ഇതിന്റെ ഭാഗമാണ്.